കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാലിനി അങ്ങനെ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുക. അന്നേരം ശ്യാമ എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നുണ്ട്. ആ സമയം ശാലിനി ചോദിക്കണേ, ശരിക്കും വിഷ്ണുവേട്ടൻ ആ കാർത്തികയുടെ കഴുത്തി താലി കെട്ടിയോ? എനിക്കതിലൊരു സംശയമുണ്ട്. ഇന്നലെ ഞാൻ അമ്പലത്തിൽ വെച്ച് കാർത്തികയെ കണ്ടിരുന്നു. എന്നിട്ട് അമ്പലത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം ശ്യാമയോട് പറയുവാണ് കേട്ടോ ശാലിനി. ഈ സമയം ശാലിനി പറയണേ, അവൾ എന്തോ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ ഒരു കണ്ണ് എപ്പോഴും ആ കാർത്തികയുടെ മേലുണ്ടാവണം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ശരി കുഞ്ഞേച്ചി, അത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ ഫോൺ കട്ടാക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഭാമ വിളിച്ചതനുസരിച്ച് ജോത്സ്യൻ ഭാമയെ കാണാനായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ശ്യാമയോട് ഭാമ പറയണേ, മോളെ നീ ചെന്ന് വിഷ്ണുവിനെയും കാർത്തികേനെയും വിളിച്ചിട്ട് വാ. അങ്ങനെ അതിനുവേണ്ടി ശ്യാമ മുകളിലേക്ക് പോകുമായിരിക്കും. ഇതേ സമയം കാർത്തികയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കാർത്തിക പറയണേ, ഇന്നലെ സത്യമ്മ പറഞ്ഞത് കേട്ടില്ലേ, ജോത്സ്യനെ വിളിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ശാന്തി മുഹൂർത്തം നടത്താൻ. ഞാൻ ഓരോ നിമിഷവും ഇവിടെ തള്ളി നീക്കുന്നത് എങ്ങനെയാണെന്ന് വിഷ്ണുവേട്ടൻ അറിയോ? ഒരു സംഘം പോലീസുകാർക്ക് നടുവിൽ ഒരു മോഷ്ടാവ് പതുങ്ങിയിരിക്കുന്നത് പോലെ. എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല. അന്നേരം വിഷ്ണു പറയണേ, എടോ താനിങ്ങനെ ടെൻഷൻ ആവാതെ, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അല്ല, തൻ്റെ താൽമാല എവിടെ? അത് കഴുത്തി കാണുന്നില്ലല്ലോ. ആ സമയം കാർത്തിക പറയണേ, അയ്യോ അത് ഞാൻ കുളിക്കാൻ നേരത്ത് ഊരി വെച്ചതാ, ഇടാൻ മറന്നുപോയി, ഇതാ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞ് ആ മാല കഴുത്തിലിടുവാണ് കേട്ടോ കാർത്തിക. ഈ ഒരു സമയത്തായിരിക്കും ശ്യാമ റൂമിലെത്തുന്നത്. അങ്ങനെ ശ്യാമ ഈ കാഴ്ചയൊക്കെ കാണുവാണ്. ഈ സമയം വിഷ്ണു പറയുക, എടോ അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര വിശ്വാസമോ? ഇങ്ങനെയൊക്കെ ചെയ്ത് ഓരോ അബദ്ധങ്ങൾ ചെയ്താലേ അമ്മക്ക് പിന്നെ സംശയവും. അമ്മക്ക് ഒരു സംശയം ഉണ്ടാകാതിരിക്കണം, അതിനുവേണ്ടി താൻ കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിച്ചോളാം. അങ്ങനെ പറഞ്ഞ് അവർ തിരിയുമ്പോഴാണ് കേട്ടോ റൂമിൽ വന്നിരിക്കുന്ന ശ്യാമയെ കാണുന്നത്. അങ്ങനെ ശ്യാമയെ കാണുന്നത് രണ്ടാളും അങ്ങ് ഞെട്ടിപ്പോകുവാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും രണ്ടുപേരും. ഈ സമയം ശ്യാമ അങ്ങോട്ടേക്ക് വന്നിട്ട്, ജോത്സ്യം വന്നിട്ടുണ്ട്, സത്യമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, രണ്ടാളോടും താഴത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് പോകാൻ നേരം ശ്യാമ ചോദിക്കണേ, അല്ല നിങ്ങൾ ഹർഷനെന്നോ മറ്റോ ആരെക്കുറിച്ച് സംസാരിക്കുന്ന പോലെ കേട്ടല്ലോ. അന്നേരം വിഷ്ണു അത് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ശ്യാമയെ വിശ്വസിപ്പിച്ച് പറഞ്ഞു വിടുവാണ് കേട്ടോ. ശ്യാമയാണെങ്കിൽ ഈ വിവരം ഉടനെ തന്നെ ശാലിനിയെ അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.